എന്നാ ഇപ്പൊ ശരിയായിട്ടരാ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെക്സിക്കൻ അപാരത കണ്ടു. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ കഥ പറഞ്ഞ പല സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു മെക്സിക്കൻ അപാരത ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ചിത്രത്തിലെ ചില രംഗങ്ങൾ ഒഴിച്ചാൽ ചിത്രം ഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് മഹാരാജാസ് കോളേജിലാണ്. ഇന്ന് SFIയുടെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ഈ ക്യാമ്പസിൽ എങ്ങനെയാണ് SFIയുടെ പതാക ഉയർന്നത് എന്ന സാങ്കല്പിക കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല, അത് നമ്മുടെ വിഷയമല്ല. എങ്ങനെ നോക്കിയാലും ഒരു പൊളിറ്റിക്കൽ ക്യാമ്പസ് ചിത്രം എന്ന നിലയിൽ വളരെ മികച്ച ചിത്രമാണ് ഒരു മെക്സിക്കൻ അപാരത. നവാഗതനായ ടോം ഇമ്മട്ടിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥ എഴുതിയതും ടോം തന്നെ. തന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിലും ഒരു സംവിധായകൻ എന്ന നിലയിലും കഴിവ് തെളിയിക്കാൻ ടോമിന് സാധിച്ചു. അദ്ദേഹത്തിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ഇനിയും നല്ല ചിത്രങ്ങൾ പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു ചിത്രത്തിന് കാശ് മുടക്കാൻ തയ്യാറായ അനൂപ് കണ്ണനും ഒരു വലിയ നന്ദി. മണികണ്ഠൻ അയ്യപ്പന്റെ സംഗീതവും പ്രകാശ് വേലായുധത്തിന്റെ ക്യാമറയും മനോഹരമായിരുന്നു. ഗോപി സുന്ദറിന്റെ BGM ചിത്രത്തിന് മികവേറി. ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ പ്രകടനം മികച്ചു നിന്നു. എസ്രയുടെ റിവ്യൂവിൽ പറഞ്ഞതുപോലെ സഹനടനായുള്ള ടൊവിനോയുടെ അവസാന ചിത്രമായിരിക്കും എസ്ര. ഇനി ടൊവിനോ തോമസ് മലയാളത്തിലെ മുൻനിര യൂത്തന്മാർക്ക് ഒരു ഭീഷണി തന്നെയാണ്. പിന്നെ നീരജ് മാധവ് പലപ്പോഴും മെയിൻ കഥാപാത്രങ്ങൾക്കും ചിത്രങ്ങൾക്കും കാലിടറുമ്പോൾ തന്റെ കഥാപാത്രം ഗംഭീരമാക്കുന്ന ആളാണ് നീരജ് മാധവ്. ഈ ചിത്രത്തിലെ നീരവ് കഥാപാത്രത്തോട് നീതി പുലർത്തി. രൂപേഷ്, ഗായത്രി സുരേഷ് ചിത്രത്തിൽ അഭിനയിച്ച എല്ലാവരുടെയും പ്രകടനം മികച്ചത് തന്നെയായിരുന്നു. ക്യാമ്പസ് രാഷ്ട്രീയ ചിത്രങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് മെക്സിക്കൻ അപാരത. പേരിന് സിനിമയുടെ കഥയുമായി ബന്ധമുണ്ടെന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ മാത്രം ബോധ്യമാകുന്ന ഒന്നാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ കഴിയുന്ന ചിത്രമാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന എല്ലാവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചിത്രം കൂടിയാണിത്. രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസുകളാണ് കേരളത്തിൽ ഇപ്പോൾ ഏറെയും. അത്തരം ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്യാമ്പസ് രാഷ്ട്രീയം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചിത്രം സഞ്ചരിക്കുന്നത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. കുറെ ആളുകളുടെ കുറെ നാളത്തെ കഷ്ടപ്പാട് കേവലം സംഖ്യയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഇടുന്നില്ല. ഈ അഭിപ്രായങ്ങൾ തികച്ചും വ്യക്തിപരം മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും റിവ്യൂസിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.